ആദായനികുതി വെട്ടിപ്പ് കേസിൽ ടി.വി.കെ അധ്യക്ഷൻ നടൻ വിജയ്ക്ക് തിരിച്ചടി. ആദായനികുതി വകുപ്പ് ചുമത്തിയ 1.5 കോടി രൂപ പിഴ വിജയ് അടയ്ക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. 2016-17 വർഷത്തെ വരുമാനത്തിൽ 15 കോടി രൂപ കാണിച്ചില്ലെന്നാണ് കേസ്. പുലി സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് മറച്ചുവെച്ചത്. ഇതിന് ആദായനികുതി വകുപ്പ് 1.5 കോടി രൂപ പിഴയിട്ടതിനെതിരെ വിജയ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മണ്ഡലം സംബന്ധിച്ച് വിജയ് സൂചന നൽകി. വിക്രവാണ്ടി, വിരുഗമ്പാക്കം, വേളാച്ചേരി, നാഗപട്ടണം ഇവയിൽ ഒന്നായിരിക്കും. തമിഴ് സിനിമാ ലോകത്തെ അനിഷേധ്യനായ നായകനായി വളർന്ന വിജയ് എന്ന നടൻ തന്റെ രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പഴയൊരു നിയമക്കുരുക്ക് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. 2015 പുറത്തിറങ്ങിയ പുലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ നിർമ്മാണ വേളയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആദായനികുതി വകുപ്പ് ചുമത്തിയ 1.5 കോടി രൂപയുടെ പിഴയാണ് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ തുടക്കം 2015 സെപ്റ്റംബറിലാണ്. പുലി എന്ന സിനിമയുടെ റിലീസിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ നടൻ വിജയ്, നിർമ്മാതാക്കളായ ഷിബു തമീൻസ്, അതുപോലെ P.T. സെൽവകുമാർ എന്നിവരുടെ വീടുകളിലും ഓഫീസുകളിലും ആദായനികുതി വകുപ്പ് വ്യാപകമായ റെയ്ഡുകൾ നടത്തിയിരുന്നു. സിനിമയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്രോതസ്സിനെക്കുറിച്ചും താരങ്ങൾക്ക് നൽകിയ പ്രതിഫലത്തെക്കുറിച്ചും വകുപ്പിന് ചില രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. റെയ്ഡിന് ശേഷം നടത്തിയ പരിശോധനകളിൽ ആദായനികുതി റിട്ടേൺ കാണിക്കാത്ത വരുമാനവും നിക്ഷേപങ്ങളും കണ്ടെത്തുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയ്ക്കെതിരെ പിഴ ചുമത്താൻ വകുപ്പ് തീരുമാനിച്ചത്. വരുമാനം മറച്ചുപിടിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്നും ഇത് സാമ്പത്തിക വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തനിക്ക് ചുമത്തിയ പിഴ ന്യായമല്ലെന്നും നിയമവിരുദ്ധമാണെന്നും വാദിച്ചുകൊണ്ട് വിജയ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ആദായനികുതി വകുപ്പിന്റെ നടപടിയിൽ വ്യക്തതയില്ലെന്നും താൻ കൃത്യമായി നികുതി അടയ്ക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളിൽ ആദായനികുതി വകുപ്പ് ശക്തമായ തെളിവുകൾ നിരത്തി. പുലി സിനിമയുടെ പ്രതിഫലമായി ലഭിച്ച തുകയിൽ ഒരു ഭാഗം രേഖകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും ഇത് മനഃപൂർവ്വം നികുതി വെട്ടിക്കാനാണെന്നും വകുപ്പ് വാദിച്ചു. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം അത് എത്ര ചെറുതായാലും വലുതായാലും കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിന് മാതൃകയാകേണ്ട കലാകാരന്മാർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന നിരീക്ഷണവും ഇതിനിടയിൽ ഉയർന്നു വന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നികുതി നിർണയത്തിലെ സുതാര്യതയാണ്. സിനിമ പോലെയുള്ള മേഖലകളിൽ പ്രതിഫലം പലപ്പോഴും പണമായും അല്ലാതെയുമുള്ള കൈമാറ്റങ്ങളിലൂടെയാണ് നടക്കാറുള്ളത്. ഇത് പലപ്പോഴും കൃത്യമായ കണക്കുകളിൽ വരാത്തത് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് കാരണമാകാറുണ്ട്. വിജയുടെ കാര്യത്തിൽ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയ അപാകതകൾ തിരുത്താൻ അദ്ദേഹത്തിന് മതിയായ സമയം നൽകിയിരുന്നതായും എന്നാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. പിഴ ചുമത്തുന്നതിന് മുമ്പ് പാലിക്കേണ്ട എല്ലാ നിയമപരമായ നടപടികളും ആദായനികുതി വകുപ്പ് പാലിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഇതിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു. വിജയെ സംബന്ധിച്ചിടത്തോളം ഈ 1.5 കോടി രൂപ എന്നത് സാമ്പത്തികമായി വലിയൊരു ബാധ്യതയല്ലായിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനും രാഷ്ട്രീയ ഇമേജിനും ഇതൊരു കറയായി മാറാൻ സാധ്യതയുണ്ട്. അഴിമതിക്കെതിരെയും സുതാര്യതയ്ക്കെതിരെയും വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ വിജയ്ക്ക് ഈ കേസിൽ ഒരു തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ നിയമപരമായ നീക്കങ്ങൾ വിജയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഒരുപക്ഷെ ഇതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം. എന്നാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ വ്യക്തമായതുകൊണ്ട് തന്നെ മേൽക്കോടതികളിൽ നിന്ന് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാനുമാവില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.